പേര് ഉദ്ദേശിച്ചാണ്. സ്ഥാപനം വന്നിട്ട് കൂനത്ര എന്ന് പറയും. എക്സൽ അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ എന്നാണ് സ്ഥാപനത്തിന്റെ പേര് വരുന്നത്. പട്ടാമ്പിയിൽ നിന്ന് ഒറ്റപ്പാലം പോണ വഴിക്ക് വാണിങ്ങൾ എത്തുന്നതിന് മുന്നിലുള്ള ഒരു ഷോപ്പാണ്. ടൗണാണ് വരുന്നത് കൂനത്ര. ഈ മേഖലയ്ക്ക് വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? 22 വർഷത്തോളം. നമ്മള് എക്സൽ അലുമിനിയം ഫാബ്രിക്കേഷൻ വരുമ്പോ സ്ഥാപനത്തിലേക്ക് വരുമ്പോ എന്തൊക്കെ വർക്കുകളാണ് ചെയ്യണം? ഇപ്പൊ സ്ഥാപനം ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്. കൂടുതലും വീടുകളുടെയാണ് വരാറ്. വീടുകളും ഷോപ്പുകളും എല്ലാവർക്കും ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു വീട് എടുക്കുകയാണെങ്കിൽ ഒരു പുതിയൊരു വീട് പണിയുമ്പോ എന്തൊക്കെ ഇന്ത്യയില് അതുപോലെ തന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ വർക്കുകൾ അവിടെ ചെയ്യുന്നു? ഇപ്പോ കൂടുതലും വാർഡ്രോബുള്ള വർക്ക്, അപ്പൊ പിന്നെ കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡുലാർ കിച്ചണിന്റെ വർക്കുകളാണ് കൂടുതൽ വരുന്നത്. പിന്നെ കർട്ടന്റെ വർക്കുകൾ, ഫർണിഷിന്റെ എല്ലാ വർക്കുകളും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാർപ്പന്റേഴ്സിന് ചെയ്യാവുന്നതിലും അപ്പോൾ നമ്മുടെ ഇതില് കൂടുതലും സെക്ഷൻ പ്രൊഫൈലുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനോട് ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റും നമുക്കിതിൽ. ഒരു കസ്റ്റമർക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു പ്രൈസ് ടാഗ് ഇടാച്ചിരിക്കുക? സ്ക്വയർ ഫീറ്റിനാണോ അതോ മെറ്റീരിയൽ ഇറക്കാണോ? അങ്ങനെയാണ് അത് വരുന്നത്? നമുക്ക് സ്ക്വയർ ഫീറ്റ് ആണ് എല്ലാ റേറ്റും വരുന്നത്. എല്ലാ വർക്കും നമ്മൾ ചെയ്യണത് സ്ക്വയർ ഫീറ്റുള്ള റേറ്റാണ് ചെയ്യാം. നമ്മളങ്ങനെ കസ്റ്റമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നും നമ്മൾ ചെയ്യാറില്ല. ഒരു ക്ലയന്റ് സാറിനെ സമീപിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ എടുക്കുന്നത് സാർ ശരിക്കും? നമ്മൾ അവരായിട്ട് ഡീറ്റെയിൽ സംസാരിച്ചിട്ട് തന്നെയാണ്. കാരണം കാറ്റലോഗ് കാര്യങ്ങള് ബ്രൗഷറൊക്കെ കൊടുത്തിട്ട് നമ്മൾ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. അവരുടെ സാറ്റിസ്ഫാക്ഷൻ ആണ്, അല്ല നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അല്ല. അപ്പൊ നമ്മൾ ഒരു ഫിഗർ, ഒരു പ്രൈസ് ടാഗ് പറയാൻ നിൽക്കുക, അതിനുശേഷം നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് ഒരു വർക്കിന്റെ ഒരു ഓർഡർ ടൈം കൊടുക്കാറ് ശരിക്കും? നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു കാറ്റിനെ അവരൊരു ഡിസിഷൻ നോക്കിയിട്ട് നമ്മൾ ഏകദേശം ഒരു 1-2 ദിവസം 3 ദിവസമൊക്കെ ഏകദേശം മതി ഒരു കിച്ചൺ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അതായത് പുതിയ സ്ഥലത്താണോ പഴയ സ്ഥലത്താണെങ്കിലോ? പഴയ സ്ഥലത്താണെങ്കിൽ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതെ, 3-4 ദിവസമൊക്കെ മതി ഒരു കിച്ചന്റെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. നമ്മള് അങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം. പുതിയ വർക്കുകൾ വരുമ്പോ അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളന്ന് ഫീൽഡ് ഔട്ടായി പോകണം. സാറിന് സപ്പോർട്ടീവ് ആയിട്ട് എത്ര പേരെ വർക്ക് ചെയ്യുന്നത് ഇവിടെ? ഇവിടെ 2 പേരുള്ളൂ. കൂടുതൽ ആൾക്കാർ ഉണ്ടാവാറുണ്ട്, 8 പേരൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ. ഈ ഡോർസിൽ എന്തൊക്കെ വരുന്നത്? ഡോറൊക്കെ ഫൈബർ ഡോറുകൾ ഒരുപാട് ഡോറുകൾ വരുന്നുണ്ട്. PVC ഡോറുകൾ, FRP ഡോറുകൾ, UPVC ഡോറുകൾ. ഫുൾ അപ്ഡേറ്റഡ് ആണ് ഇപ്പൊ. പുതിയ പുതിയ മോഡലുകളൊക്കെ കൂടുതൽ വരുന്നുണ്ടല്ലോ. അത് വീടിന്റെ മെയിൻ ഡോർ ആയിട്ടാണ് വാഷ്റൂം ഡോർ ആയിട്ട് ഉപയോഗിക്കുന്നത്? മെയിൻ ഡോർ കൂടുതൽ സ്റ്റീൽ ഡോറുകളാണ് കൂടുതൽ വരാറുള്ളത്. സ്റ്റീലിന്റെ ആണ് കൂടുതൽ വരാറ്. നമ്മള് മെയിൻ ഡോർ അല്ല, നമ്മള് ബെഡ്റൂം ഡോറുകളാണ് കൂടുതലും നമ്മൾ കൂടുതൽ. UPVC ഡോറുകളൊക്കെ നമ്മൾ നല്ല മൂവിംഗ് ഉള്ള ഡോറുകളുണ്ട്. UPVC നമ്മൾ ബെഡ്റൂം ഡോറുകളാണ് ചെയ്യുന്നത്. ഹെവി PVC ഡോറുകളാണ് വരിക. കൂടുതൽ വർക്കുകൾ ഏത് ഏരിയയിലാണ്? നമ്മൾ ഒറ്റപ്പാലം ഏരിയയിലാണോ, കുളപ്പള്ളി, എങ്ങനെയാണ് വർക്കുകളൊക്കെ വരുന്നത്? എവിടുന്നൊക്കെ? നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും പോയിട്ട് ചെയ്യാറുണ്ട്. ചെയ്തിട്ടുണ്ടല്ലേ? ചെയ്യാറുണ്ട്. ജില്ലകളൊന്നും പ്രശ്നമില്ല. ഏത് ജില്ലകളിലാണ് വർക്ക് പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ വേണമെങ്കിലും ചെയ്യും. നല്ല മെറ്റീരിയൽ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പാർട്ടിക്കാർക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ അവിടെ പ്രൈസോ കാര്യങ്ങളോ ഒന്നും നോക്കില്ല. പിന്നെ നമ്മൾ അവരായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, മിംഗ്ലിംഗ് ആവുന്ന രീതി. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് അവർ പ്രോപ്പർ ആയിട്ട് വർക്ക് നടന്നു പോകും. സാറിന്റെ ഒരു ആഗ്രഹം, സ്ഥാപനം കൊണ്ട് എന്ത് ആക്കണം എന്നൊരു ആഗ്രഹം, ഡ്രീം ഉണ്ടാവുമല്ലോ? പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. വർക്ക് നമ്മൾ ഫീൽഡ് പിടിച്ചു നിൽക്കുക, അതാണ് ഇപ്പൊ വലിയ ആഗ്രഹം. ശരിക്കും സാറ് തുടങ്ങിയ കാലഘട്ടങ്ങളിലൊക്കെ ഓർക്കണ്ട, അന്നൊക്കെ എന്ത് വർക്കാണ് ചെയ്തിരുന്നത്? ഈ അലുമിനിയത്തിന്റെ ഒരു അധികം ജോബ് പറഞ്ഞത് എന്തായിരുന്നു അന്ന് കാലങ്ങൾ, ഒരു സ്റ്റാർട്ടപ്പ് സമയത്തൊക്കെ? അന്നും ഇന്നും ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം നമ്മള് മെറ്റീരിയൽസ് തന്നെ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഇന്റീരിയർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ സാധനങ്ങൾ അലുമിനിയത്തിലായിരിക്കും. കൂടുതൽ വുഡിന്റെ ഫർണിച്ചറിൽ നമ്മൾ കണക്കാക്കുമ്പോൾ ഈ കാർപ്പന്റേഴ്സിനൊക്കെ കുറെ അടി പറ്റിയിട്ടുണ്ട് ഈ മേഖലയിൽ. നമ്മുടെ അലുമിനിയത്തിൽ തന്നെ അവർക്ക് വർക്ക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് ചെയ്യാവുന്ന പോലെയൊക്കെ തന്നെ നമ്മുടെ വർക്കിൽ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ഇതിൽ ഇപ്പം എത്തി നിൽക്കുകയാണ്. മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ ഒരു അലുമിനിയത്തിന്റെ കളറിൽ മാത്രമാണ് മെറ്റീരിയൽ വന്നത് ഞാനൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. ഇപ്പൊ അതിൽ നിന്നൊക്കെ ഇതായിട്ട് ഓവർകം ചെയ്തിട്ട് ഇപ്പൊ ഈ നിലയിൽ എത്തിയിട്ടുണ്ട്. നല്ല അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കിച്ചൺ മാത്രമാണോ? കിച്ചൺ ആണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യണത്. പിന്നെ വാർഡ്രോബുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീടിന്റെ മെയിൻ സ്ഥലം പറഞ്ഞാൽ കിച്ചൺ അല്ലേ വരും, വാർഡ്രോബ് പിന്നെ വരാം. കിച്ചണിലെ ഏറ്റവും വെല്ലുവിളിയായിട്ട് തോന്നിയൊരു പോർഷൻ ഏതാ? ഒരു വെല്ലുവിളി എന്ന് വെച്ചാല് നമ്മള് കുറെ അക്സസറീസ് വരുന്നുണ്ട്. അക്സസറീസ് കംപ്ലീറ്റ് വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ബഡ്ജറ്റിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടാണോ പ്രൈസ് പറയാറ് ശരിക്കും? അതൊക്കെ അത്ര തന്നെ ഉള്ളു. അത് പാർട്ടീസ് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറയുമല്ലോ, ഇന്നത് വേണം എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രൈസ് കൊടുക്കും.
സാധനങ്ങൾ അക്സസറി കൊടുക്കും. അപ്പൊ അതിനുള്ള സംവിധാനത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക അതെ അല്ലേ? അതെ ഫിക്സ് ചെയ്യുമ്പോ അതിന്റെ ഒരു പാറ്റേൺ കൂടി സെറ്റ് ചെയ്തിട്ടാണല്ലോ ചെയ്യുക. അതെ അതെ അതെ. അവരിങ്ങോട്ട് പറയും ഇന്നത് വേണം ഇന്നത് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്തുള്ള റേറ്റ് കാര്യങ്ങൾ പ്രൈസ് കൊടുക്കും. എവിടെയാണെങ്കിലും നമ്മൾ പോയി ചെയ്ത് കൊടുക്കും. എല്ലാം സ്ക്വയർ ഫീറ്റിനാണ് റേറ്റ്? എല്ലാ സ്ക്വയർ ഫീറ്റ്. പക്ഷെ എനിക്ക് കൂടുതലും ക്ലയന്റിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള വർക്കുകളാണ് കൂടുതൽ. ഇപ്പോൾ ഒരു വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദിക്കും, വേറെ ആരും ചോദിച്ചു കഴിഞ്ഞാൽ അവര് മുഖാന്തരം നമുക്ക് അങ്ങനെയാണ് കൂടുതൽ വർക്ക് വരാറുള്ളത്. സാറിന്റെ ഈ ലൊക്കേഷൻ ഒന്നും കൂടി പറയൂ, അഡ്രസ് ഒന്നും പറയും. ലൊക്കേഷൻ വരുന്നത് കൂനത്തറയാണ്. ലൊക്കേഷൻ കൂനത്തറ സെൻട്രൽ തന്നെയാണ് വരുന്നത്. ഒറ്റപ്പാലം പട്ടാമ്പി റൂട്ടിലുള്ള കുളപ്പുള്ളി കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്, ടൗണാണ് വരുന്നത്, കൂനത്തറ എന്ന് പറയും.